മകളും പെങ്ങളും ഒക്കെ ആയിട്ട് അവൾ ഒരുത്തി എനിക്കുണ്ടായിരുന്നു. നല്ല കാലത്ത് പ്രത്യേകിച്ചൊന്നും ഞാൻ കൊടുത്തിരുന്നില്ല. നശിച്ചപ്പോ പെരുവഴിയെങ്കിൽ പെരുവഴിയെന്ന് പറഞ്ഞു അവൾ ഇറങ്ങി കാണും. ഒന്നും പറയാതെ കടന്നു പോകും മാസ്റ്റർ. ഞാനിവിടെ ഇത്തിരി തനിച്ചിരുന്നോട്ടെ. ഗോവിന്ദേട്ടനും പോയി. നിങ്ങൾ എല്ലാവരോടും പ്രത്യേകം പറയാൻ എന്നെ ഏൽപ്പിച്ചു. ഞാനും ഇറങ്ങായി. മാസ്റ്റർ സമ്മതിച്ചാൽ ഞാനും കൂടെ വരാം. പേരുള്ള കമ്പനി, നിനക്ക് നല്ല പേരുണ്ട്. ഇതിലും വലിയ കമ്പനിക്കാർ നിന്നെ അന്വേഷിച്ചു വരില്ല എന്ന് ആര് കണ്ടു? ആരും എന്റെ കൂടെ വരണ്ട. മാസ്റ്റർ എവിടേക്കാണ്? ഞാനോ ലക്ഷ്മിയുടെ 11-ന്റെ അന്ന് തിരുനാവായി പോയി കറുകത്തലപ്പിൽ അല്പം നേർവീഴ്ത്തണം. മക്കളോ താഴെയുള്ള ബന്ധുക്കളോ ചെയ്യേണ്ട കർമ്മമാണ്. എല്ലാ സ്ഥാനവും ഏറ്റ് എന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ. പിന്നെ നടക്കാം, വഴി അവസാനിക്കുന്നത് വരെ. മാസ്റ്റർ ശ്രമിച്ച് ഒരു ചെറിയ കമ്പനി ഉണ്ടാക്കിയാൽ ഞങ്ങളൊക്കെ... ഞാനോ കളരിയിലെ പെടുപ്പൊരു കലയാണെന്ന് വിചാരിച്ചിറങ്ങിയപ്പോഴേ ഞാൻ തോൽക്കാൻ തുടങ്ങി. ഇനിയാണോ കരകയറാൻ പോണ? നിന്നെ ഒരു തുണക്കി ഏൽപ്പിച്ചിട്ട് പോണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. ബാക്കി മാസ്റ്റർ, ഞാൻ ഇന്ന് ശ്രദ്ധിച്ചോളാം. നിങ്ങൾ ഒരുമിച്ച് നിന്നാ മതി. ഒരുമിച്ച് എന്റെ കൂടെ വന്നവരാണെന്ന് ഓർമ്മ വേണം. സമയായിന്ന് രണ്ടാക്കും തോന്നുമ്പോ ആ ചടങ്ങ് നടത്തിക്കോളൂ. ഞാനില്ലെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിനക്കിപ്പോ പറയാം. ഞാൻ മാസ്റ്ററുടെ വാക്ക് തെറ്റി ഒന്നും ചെയ്യില്ല. ആണുവിനോടൊരു വാക്ക് പറഞ്ഞാ പിന്നെ എനിക്കിറങ്ങാം. ഇവൾക്ക് എന്ത് പ്രായമുണ്ട്? 5.5 വയസ്സ്, 18 നഖം. ബീഹാറിൽ നിന്ന് വന്നതാ. എന്താ വില പറയുന്നത്? ഇത് കമ്പനിയുടെ മുതലാണ്, തിരിച്ചേൽപ്പിക്കുന്നു. ഞാൻ പോകുന്നു. സലാം. ഇയാളുടെ കണക്ക് തീർത്തേക്കൂ. പട്ടിണിയാണെന്ന് ആ കുരുക്കൾ വന്ന് സങ്കടം പറഞ്ഞപ്പോൾ അമ്മാവൻ നിർത്തിയതാണ്. ഇക്കണ്ട കാലം അത്രയും ചെലവ് കഴിഞ്ഞില്ലേ? എന്നാലും ഒരു 50 റുപ്പീസ് കൊടുത്തേക്കൂ. വേണ്ട മുതലാളി, ഇവിടെ വന്നതുകൊണ്ട് മനുഷ്യരെ പറ്റി പുതിയ ചിലതൊക്കെ പഠിച്ചു, കണ്ടു. ആ സമ്പാദ്യം ധാരാളം മതി. പിരിച്ചുവിടാൻ ഇട കൊടുക്കാതെ ഞാൻ പിരിഞ്ഞു മാസ്റ്റർ. പോകാം. ആരും വിഷമിക്കേണ്ട, ഞാൻ പിഴച്ചോളാം. കുട്ടി, ഞാൻ പട്ടിണി കിടന്നാലും മാസ്റ്റർ പട്ടിണി കിടാതെ നോക്കിക്കോളാം. അതുപോലെ
ഗുഡ് ലക്ക് അനുട്ട. മാസ്റ്റർ വരൂ മാസ്റ്റർ. ബാഡ്, വെരി ബാഡ്. അയാൾ ഒരാണെന്ന് തലയുയർത്തിപ്പിടിച്ചിറങ്ങിപ്പോയ ആ കോമാളിയുടെ മുന്നിൽ ഇവിടുത്തെ വീരതാരങ്ങൾ വെറും പുല്ലാണ്. ജാനു വരുന്നു. എന്റെ പുതിയ കളിക്കോപ്പ് കാണുന്നു. ഇന്ന് ട്രയൽ എടുക്കുന്നോ? നോക്കട്ടെ. മാനേജ്മെന്റിനോട് വഴക്കിടും, അത് കാര്യം വേറെ. പക്ഷെ തൊഴിൽ അതെനിക്ക് വലുതാണ്. അപകടമുള്ളതാണെങ്കിൽ ലഹരി കൂടും. വരൂ. ബൈക്ക് റെഡിയല്ലേ? എല്ലാം റെഡി. ടെസ്റ്റ് ചെയ്തു. ഞാൻ മുകളിൽ സർക്കിൾ ചെയ്യുമ്പോൾ സിഗ്നൽ തരും. അപ്പോ ഓപ്പൺ. പിന്നെ 5-6 സർക്കിൾ കഴിഞ്ഞാൽ ക്ലോസ്. ഓക്കെ? ഓക്കെ സർ. ഒരു കർച്ചീഫ് തരൂ. ഞാൻ കർച്ചീഫിൽ നിന്നാണ് സിഗ്നൽ. ശരി. ഓക്കെ? ടൈമിംഗ് ശരിയായാലും ഈസി. ഗുഡ്. ഓൾ റൈറ്റ്. സൺഡേ തുടങ്ങാം. ഓ, അഡ്വാൻസ് പബ്ലിസിറ്റി കൊടുത്തേ. സൺഡേ മാറ്റ്നി. പിന്നെ മിസ്റ്റർ ഭാസ്കരൻ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ചിലരുടെ സ്കെയിൽ ഫിക്സ് ചെയ്തിട്ടില്ല. ഞാൻ സ്റ്റഡി ചെയ്ത് വരികയാണ്. ചെളിയായി. കഴുകിയിട്ട് തരാം. ഞാൻ കഴിക്കോളാം. തരുന്നില്ലെങ്കിലോ? ഇതൊരു തകടിനകത്താക്കി കൈത്തണ്ടയിൽ കെട്ടിയാലോ എന്നാണ് ആലോചന. ഒരു രക്ഷ പോലെ. ഭാസ്കറിന് ഷോ അറിയാമല്ലേ? അയാളിങ്ങനെ സ്വാതന്ത്ര്യം കാട്ടുന്നത് എനിക്കിഷ്ടമല്ല. എന്ത് സ്വാതന്ത്ര്യം? അതിന് ഇടകൊടുക്കുന്ന ജാനുവാണ്. എനിക്കാരോട് സംസാരിക്കാൻ പാടില്ലേ? മാസ്റ്റർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എനിക്കത്ര മറവിയൊന്നുമില്ല. ജാനുവിനെ വിളിക്കുന്നു. ആര്? മുതലാളി. കണക്ക് നോക്കി വെച്ചിട്ടുണ്ട്, വന്ന് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ രാവിലെ കണ്ടോളാം. പോരെ നാണി എടുത്തി. അവിടെ ചിലരൊക്കെ ഹാജരുണ്ടാവും.
ശമ്പളക്കാരുമാണെങ്കിൽ നല്ല ബുദ്ധി തോന്നുന്ന നേരത്തെ തന്നെ ആവട്ടെ. പൊയ്ക്കോളൂ. അവിടെ ആരുണ്ട്? എന്നോട് മാനേജരാ പറഞ്ഞത്. വരൂ. ഇരിക്കോ. ഇനി നീ പൊയ്ക്കോ. നിന്റെ കണക്ക് നോക്കി വെച്ചിട്ടുണ്ട്. ജാനുവിന് ഈ മാസം മുതൽ ചെലവ് കഴിഞ്ഞ് 100 രൂപ ശമ്പളം പറ്റാം. ആ, നിങ്ങളുടെ ടെന്റിൽ ട്രാൻസിസ്റ്റർ ഇല്ലല്ലോ, ഇത് വെച്ചോളൂ. ആരെയും അകത്ത് വിടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാ. ബഹളം ഉണ്ടാക്കരുത്. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം. Get out. ജാനുവിന് പുറത്തു പോകാമെന്നാണ് കൽപ്പനയുടെ അർത്ഥം. I say you get out. നിന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. സന്തോഷം. കോൺട്രാക്ട് എന്റെ പെട്ടിയിലുണ്ട്. 3 വർഷത്തെ ശമ്പളം മുഴുവൻ നീയോ നിന്റെ കാർന്നോരോ എണ്ണി തന്നാ മതി. എടാ പട്ടി. വിട് വിട്. കളി കഴിഞ്ഞു തങ്ങാതി. അടുത്ത ചാൻസ് വരുമ്പോൾ തനിക്ക് ഏറ്റെടുക്കാം. ഇനി കളിക്കുന്നത് ആണുങ്ങളോടാണ്. ഓർമ്മ വെച്ചു. പാടും. നിങ്ങളെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. തെണ്ടികൾ. അമ്മാവൻ വരുമ്പോൾ എന്ത് പറയുമോ ആവും. നല്ല ആർട്ടിസ്റ്റാണ്. I am running the show. You obey first. വിളിച്ചെന്ന് പറഞ്ഞു. അരമണിക്കൂർ സമയം തരുന്നു. പിന്നെ നിന്നെ ഈ ക്യാമ്പിനകത്ത് കാണരുത്. ഇവന്റെ കണക്ക് തീർത്ത് വിട്ടേക്കൂ. I say you get out. പൊയ്ക്കോളൂ. Idiot. ചന്ദ്രൻ ഇരിക്കും. തന്നെപ്പോലെ ഒരാൾക്ക് പേടിക്കാനൊന്നുമില്ല. വെസ്റ്റേൺ കോയമ്പത്തൂരുണ്ട്, ഭാരത് സേലത്തുണ്ട്, ഓറിയന്റൽ ഹൈദരാബാദിലുണ്ട്. എവിടെയെങ്കിലും ട്രൈ ചെയ്യൂ. ഡോണ്ട് വറി. ടേക്ക് ഇറ്റ് ഈസി. നമ്മൾ ഇനിയും കാണും. ബെസ്റ്റ് ഓഫ് ലക്ക്. പോട്ടെ. ഞാനും നാണയത്തിന്റെ അടുത്തുണ്ടാവും.
ധൈര്യമായിരിക്കൂ. എന്റെ ധൈര്യം കൊണ്ട് എന്ത് കാര്യം? ഇന്നലെ കണ്ടില്ലേ? മാസ്റ്റർ പറഞ്ഞത് മറക്കരുത്. ചന്ദ്രേട്ടൻ ധൈര്യമായ ഒരു വാക്ക് പറയൂ. ഞാൻ ഇപ്പൊ കൂടെ ഇറങ്ങി വരാം. ഇപ്പോഴോ? ഒരു ജോലിയില്ല, ഒരു സ്ഥലവുമില്ല. നമ്മൾ എവിടെ പോവും? എന്തെങ്കിലും ശരിപ്പെടുത്തി ഞാൻ പിന്നെ വരും ജാനു. മാസ്റ്റർ പാവം. മാസ്റ്റർ എന്തൊക്കെയോ കണക്ക് കൂട്ടി. എന്റെ ധർമ്മസങ്കടം ആരോട് പറയാൻ? പൊയ്ക്കോളൂ. എന്നെ ഓർത്ത് സങ്കടപ്പെടണ്ട. നല്ല കമ്പനിയിൽ നല്ല ശമ്പളം കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. അരമണിക്കൂറല്ലേ നോട്ടീസ്. പൊയ്ക്കോളൂ.